Good morning, everyone. Good morning, Miss. Good morning, Miss. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Miss. Good morning, Miss. Miss, okay. മിസ് എൻ്റെ പേര് സനില എന്നാണ്. ഇന്നത്തെ Good morning. കോർഡിനേറ്റർ ആയിട്ട് ഞാനാണ്. അപ്പം ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യട്ടെ പ്രയറും. ഓക്കെ. Start with you. അപ്പോൾ ഗുഡ് മോർണിംഗ് മിസ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ പുതിയൊരു ക്ലാസ് ആരംഭിക്കുകയാണ്. ന്യൂ ഡേ, ന്യൂ തിങ്സ്, ന്യൂ പോസിബിലിറ്റീസ്. സോ നമുക്ക് എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ പ്രാർത്ഥനയോടെ തുടങ്ങണം. അതിനായി പ്രയറിനായി മിന്നുമോളെ ക്ഷണിക്കുന്നു. എവിടെ മിന്നുമോളൊക്കെ? മിന്നുമോള് ഇല്ലേ? മിന്നുമോൾ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രയർ തുടങ്ങാവോ? തുടങ്ങാം. ചൊല്ലട്ടെ. Yeah, start ചെയ്തോളൂ കേട്ടോ. കാവലേ കൈതൊഴാം, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാം. കരുണ തൻ കാവലേ കൈതൊഴാം, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാം. ഒരു ചെറു കൈത്തിരി ഏന്തി ഞാൻ നിന്റെ അരികിലായി അർച്ചനക്കെത്തുവാൻ. ഒരു ചെറു കൈത്തിരി ഏന്തി ഞാൻ നിന്റെ അരികിലായി അർച്ചനക്കെത്തുവാൻ. കരുണാ കടാക്ഷം ചോരിയണേ ദേവാ, കനിവിഞ്ഞാമൃതം പൊഴിക്കണേ. കരുണാ കടാക്ഷം ചോരിയണേ ദേവാ, കനിവിഞ്ഞാമൃതം പൊഴിക്കണേ. കരുണ തൻ കാവലേ കൈതൊഴാം, സ്നേഹക്കടലേ എൻ ദൈവമേ കൈതൊഴാം. ഭക്തിനിർഭരമായ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു നല്ല സന്ദേശമാണ്. എപ്പോഴും നല്ല സന്ദേശങ്ങൾ നന്മയുടെ ജീവിതത്തിലേക്ക് നയിക്കും. ഒരു തോട്ട് ഓഫ് ദ ഡേ പറയുവാനായി നൂറിഷയെ ക്ഷണിക്കുന്നു. Hi, good morning, teacher. Good morning, everybody. എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തോട്ട് ഫോർ APJ അബ്ദുൽ കലാം സാർ. സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടരുക, ലോകത്തിന്റെ അഭിപ്രായങ്ങൾ മറികടക്കുക. വിജയം എന്നത് യാദർച്ഛികമല്ല, അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. തോട്ട് ഫോർ പെലെ. താങ്ക് യു. Okay. അടുത്തതായി വെൽക്കം ചെയ്യാനായിട്ടാണ്. വെൽക്കം ചെയ്യുന്ന ആളുടെ പേര് ഞാനൊന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റെടുത്ത ആളൊന്ന് മുന്നോട്ട് വരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. മിസ്സിനെയും ഫ്രണ്ട്സിനെയും വെൽക്കം ചെയ്യാനായി ക്ഷണിക്കുന്നു. Okay. ആരാ സൈൻ ആരാ പറയാ? ആളുടെ പേര് വിട്ടുപോയി. അപ്പൊ ആരാണ് പറയുന്നത്? ആരില്ല? ആരെങ്കിലും സൈൻ പറയുന്നുണ്ടോ? എങ്കിൽ ഞാൻ തന്നെ പറയാം മിസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ ക്ലാസ് എടുത്തു തരാനായിട്ട് വന്നിരിക്കുന്ന അശ്വതി മിസ്സിനെയും മറ്റെല്ലാ ഫ്രണ്ട്സിനെയും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. Okay. Thank you. Thank you all. Thank you. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ കേട്ടോ. ഇതേപോലെ ഞാൻ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്, കോഴ്സ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ സൈനിനും
പ്രയറും പ്രോജക്ട്സിലേക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ. അവരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത്. ഓക്കെ, ഒരാളത് കോർഡിനേറ്റ് ചെയ്യാനും ഞങ്ങള് ആദ്യം ചെയ്യുന്നത് കൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ, സ്കൂളിൽ പോലും മാറി നിന്നിട്ടേ ഉള്ളൂ. അന്നേരം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ മിസ് എല്ലാവരും ക്ഷമിക്കുക. തെറ്റുകളൊന്നും നമ്മൾ നോക്കുന്നില്ല. വലിയൊരു നിങ്ങൾ കരിയർ ചെയ്യുന്നില്ല. ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ പേരുകളൊക്കെ അങ്ങോട്ട് പഠിച്ചു വരുന്നുള്ളൂ എല്ലാവരുടെയും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. അതാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ ഇതിനേക്കാൾ ബെറ്റർ ആക്കാൻ പറ്റും. മിസ്സേ, ഞാനിപ്പോ ഇച്ചിരി ലേറ്റ് ആയിട്ട് കുഞ്ഞിനെ അല്ലാതെ ഇട്ടിട്ട് വന്നപ്പോഴേ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. സോറി മിസ്. കറക്റ്റ് ടൈമിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കാട്ടോ. ഓക്കെ മിസ്, നാളെ തൊട്ട്. ഓക്കെ. അപ്പോ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. തോട്ട് ഓഫ് ആണെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാനാണെങ്കിലോ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. പൊതുവെ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയല്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ ടീച്ചേഴ്സ് പറയും, സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഓരോരുത്തരുടെ പ്രയർ, തോട്ട് ഓഫ് സൈൻ അങ്ങനെ പറയുന്നതാണ്. പക്ഷെ ഒരാളെ കോർഡിനേറ്റ് ചെയ്ത് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, സന്തോഷം, കണ്ടതിൽ വളരെ സന്തോഷം. അപ്പൊ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. കോഴ്സ് നമ്മൾ അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം. നോട്ട് എഴുതിക്കണോ മാം? നോട്ട് എഴുതണോ? നോട്ട് എഴുതണോ മാം? ഏതാണ് സബ്ജക്ട് വൈസ് ആണോ ചോദിക്കുന്നത്? മാം എടുക്കണ സബ്ജക്ട് എഴുതണം നമ്മ വീട്ടില്. ഞാൻ പറയാട്ടോ, അതെല്ലാം ഞാൻ പറയാവേ. ഓക്കെ മാം, ഓക്കെ. എന്താ മ്യൂട്ട് ചെയ്യൂ. എല്ലാരും മ്യൂട്ട് ചെയ്യണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യരുത് ആരും. ഇതിൽ സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാ, അതിനുശേഷം മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്നെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്നെ അറിയാലോ, എന്റെ പേരൊക്കെ അറിയാലോ. പിന്നെ ഞാൻ എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ? ചെയ്യണോ? എങ്ങനെ അറിഞ്ഞു എന്റെ പേര്? അത് പറയും. എങ്ങനെ അറിഞ്ഞു എന്റെ പേരെങ്ങനെ അറിഞ്ഞു നിങ്ങള്? പേരുണ്ടായിരുന്നു. രണ്ടശ്വതി മാം ഉണ്ടല്ലോ. അപ്പോഴോ ഒരശ്വതി മാം അതിൽ പോയില്ല. സൗണ്ടില് വ്യത്യാസം. അപ്പൊ ഞാൻ ഏത് സബ്ജക്ട് എടുക്കുന്നത് അറിയാലോ. സ്ക്രീൻ ഷെയറും ചെയ്തു. അതൊക്കെ അത് ചോദിക്കാം. ഇംഗ്ലീഷ് ആണ് മാം. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതറിഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കത്തില്ല കേട്ടോ. ഇപ്പൊ അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ പറയാണ്, പ്രയർ നിങ്ങളെല്ലാം ചെയ്തു. ഇത് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇതില് ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇനി നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ അറിയാലോ അല്ലെ, എത്ര മന്താണെന്നൊക്കെ അറിയാം. അപ്പൊ ഇത്രയും നാളെ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോ ഇനി അങ്ങോട്ട് പോകുന്നതോറും എല്ലാവർക്കും അത് മടിയായി തുടങ്ങും. അങ്ങനെ ഒരു മടി ഒരിക്കലും പാടില്ല കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ പറയാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ്, സ്കൂളിലൊക്കെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് അങ്ങനെയാണല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് എല്ലാം ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടും നിങ്ങൾ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണെങ്കിൽ എന്താണെങ്കിലും ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് അതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കിട്ടുന്ന എന്ത് ചാൻസ് ആയിക്കോട്ടെ, എന്ത് ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ഒന്നും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഏറ്റവും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. പ്രയർ ആയിക്കോട്ടെ, ഇനിയിപ്പോ എല്ലാം ഒരാൾ തന്നെയായിരിക്കും കണ്ടിന്യൂസ്ലി പ്രയർ ഒക്കെ ചെയ്യാം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. മടി വരും, പക്ഷെ ആ മടി നമ്മൾ കാര്യമാക്കിയേ വേണം. മടി മാറ്റാം. കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്ത് നമുക്ക് മടിയേ പാടില്ല. ഇത്രയും നാളെ നമ്മൾ എങ്ങനെയായിരുന്നു അത് പോട്ടെ, പാസ്റ്റ് നമ്മൾ മറക്കുക. ഓക്കെ, പാസ്റ്റ് ഈസ് പാസ്റ്റ് എപ്പോഴും പറയുന്ന ഒരു ടോക്കാണല്ലേ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ലിവ് ഇൻ പ്രസന്റ്. ഓക്കെ, ഡോണ്ട് ബോദർ അബൌട്ട് ഫ്യൂച്ചർ എന്നാ പറയാം. അതുകൊണ്ട് പ്രസന്റിൽ ജീവിക്കുക. പാസ്റ്റ് കഴിഞ്ഞു, കഴിഞ്ഞുപോയ കാര്യങ്ങളാണെങ്കിൽ കഴിഞ്ഞ നിങ്ങൾ എങ്ങനെയാണോ അത് വിട്ടേക്കുക. ഇനി മുതൽ എന്തായിരിക്കണം അത് മാത്രമേ ചിന്തിക്കൂ. മാക്സിമം എൻജോയ് ചെയ്യാം കേട്ടോ. ഈ കോഴ്സിൽ ചേർന്ന ഓരോ നിമിഷവും നിങ്ങൾ എൻജോയ് ചെയ്യാൻ നോക്കാം. ഓക്കെ,
ഇനി സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എടുക്കുന്ന ഇംഗ്ലീഷ് ആണ്. പൊതുവെ എല്ലാവർക്കും കുറച്ച് ടെൻഷൻ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. മിക്ക ക്ലാസ്സിൽ പറയുമ്പോൾ പേടിയാണ്, കുറച്ചറിയാം, അത് കുറച്ചറിയില്ല, ബിഗിനേഴ്സ് ആണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ആദ്യം എനിക്ക് അതാണ് അറിയേണ്ടത്. നിങ്ങളൊന്ന് പരിചയപ്പെടാം. കൂട്ടത്തില് ഇംഗ്ലീഷിനെ കുറിച്ച് ഒന്ന് പറയാം. നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അത് അറിയാമോ, അല്ലെങ്കിൽ ബിഗിനർ ആണോ, അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടോ, എന്തായാലും ഓപ്പൺ ആയിട്ട് തന്നെ പറയാം കേട്ടോ. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയാം. ഓക്കെ, ഓ പരിചയപ്പെടാം ഓരോരുത്തരായിട്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യാട്ടോ. പേര് ടെക്സ്റ്റ് ചെയ്യാവോ? ഞാൻ ഓരോരുത്തരെയും വിളിക്കാം, അല്ലെങ്കിൽ ക്ലാഷ് ആകും, കേൾക്കാൻ പറ്റില്ല. ഓക്കെ, പെട്ടെന്ന് പേര് ടെക്സ്റ്റ് ചെയ്യും. ഓരോരുത്തരെ വിളിക്കാം, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അവർക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് എന്ന് പറയാം. ഓക്കെ, റെഡിയാണോ? ടെക്സ്റ്റ് ചെയ്യുന്നാലും ഞാൻ പേര് വിളിക്കുന്നതിന് മിസ്റ്റേക്ക് ആണോ നോക്കണം കേട്ടോ. ഓക്കെ, റാഷിദയാണോ ഋഷിതയാണോ? റാഷിദയാണ് മാം. റാഷിദ. ഓക്കെ, പറയൂ. മാം, എൻ്റെ പേര് റാഷിദ സമദാനി. തിരുവനന്തപുരത്താണ് വീട്. ഞാൻ UAE ഉള്ളത്. എനിക്ക് ഇംഗ്ലീഷ് റീഡിങ് റൈറ്റിംഗ് ഒക്കെ അത്യാവശ്യം സംസാരിക്കും. ബട്ട് നമുക്ക് മുന്നേ ഇപ്പം കണ്ടിന്യൂസ് സംസാരിക്കുമ്പോൾ ചെറിയൊരു നെർവാകും. അതാണ് പ്രോബ്ലം. സ്പീക്കിംഗ് കുറച്ച് ഇമ്പ്രൂവ് ആക്കി. അല്ലാതെ കുറെ ഓക്കെയാണ്. ചില വേർഡ്സ് പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട്. ഓക്കെ, അപ്പൊ സ്റ്റക്ക് ആവുന്നുണ്ടല്ലേ? സ്റ്റക്ക് വരുന്നുണ്ടെന്നാ പറയുന്നത്. ഓക്കെ ഓക്കെ, റഷിദ ക്ലിയർ ആണ്. നെക്സ്റ്റ് രേഷ്മ. മാം, എന്റെ പേര് രേഷ്മ. ഞാൻ പാലക്കാട് വടക്കഞ്ചേരിയാണ് എന്റെ സ്ഥലം. ഇംഗ്ലീഷ് അറിയാം, കുഴപ്പമില്ല. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് അറിയാം. ഓക്കെ ഓക്കെ രേഷ്മ. ഗ്ലാഡിസ്. യെസ് മാം. മാം, എൻ്റെ പേര് ഗ്ലാഡിസ് എന്നാണ്. ഇംഗ്ലീഷ് ഇപ്പൊ എന്റെ ടച്ച് വിട്ടിട്ട് കുറച്ചായി. ഒരു 10 വർഷത്തോളമായി. ഞാൻ TTC പഠിച്ചതായിരുന്നു. കുറെ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 4 വർഷത്തോളം വർക്കിംഗ് ആയിരുന്നു. അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ടച്ച് പോയിട്ടുണ്ട്, ഗ്യാപ്പ് ഉണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, അനിരാജ്. യെസ് മാം, എന്റെ പേര് അനിരാജ്. ഞാൻ ആ സമയത്തൊക്കെ അത്യാവശ്യം യൂസ് ചെയ്തിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും എന്റെ വീട്ടിലെ ചേട്ടനും അമ്മയാണ് കൂടെ ഉള്ളത്. പിന്നെ ഇംഗ്ലീഷ് അറിയാം, അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം. പിന്നെ പെട്ടെന്നൊരു വലിയ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞാലും എക്സ്ട്രാ പോലെ ഒക്കെ വന്നു കഴിഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഓക്കെയാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ ഓക്കെ അനിരാജ്. മോനിഷ. മോനിഷ പറയൂ. മോനിഷ ക്ലാസ്സിൽ ഇല്ല, കേൾക്കുന്നുണ്ടോ? മോനിഷ ഇല്ല. നെക്സ്റ്റ് മുബഷിറ. യെസ് മാം, എൻ്റെ പേര് മുബഷിറ. ഞാൻ എറണാകുളം പനങ്ങാട് നിന്നാണ് വരുന്നത്. ഞാൻ BA ഇംഗ്ലീഷ് എടുത്ത് പഠിച്ചതാണ്. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. അപ്പൊ എഴുതാനും പറയാനും ഒന്നും വലിയ കുഴപ്പമില്ല. ഓക്കെയാണ്, ഇംഗ്ലീഷ് കുഴപ്പമൊന്നും ഇല്ലാത്ത. ഓക്കെ മുബഷിറ. മിന്നുമോൾ. മിന്നുമോൾ ക്ലാസ്സിലുണ്ടോ? മിസ്, ഞാൻ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ഡിഗ്രിക്ക് മെയിനായിട്ട് എടുത്തത് BA ഇംഗ്ലീഷ് ആയിരുന്നു. ഇപ്പം കുറെ ഗ്യാപ്പായി, 5-6 വർഷത്തോളമായി. ഇപ്പൊ ഹൗസ് വൈഫാണ്. അപ്പൊ ആ ഒരു ടച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ സംസാരിക്കാനും എഴുതാനും പറയാനും വലിയ കുഴപ്പമില്ല. ഗ്രാമർ നോക്കുമ്പോൾ കുറച്ച് ടഫാണ് സംസാരിക്കുന്നത്. സംന.
എൻ്റെ പേര് സംന. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. എനിക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ട്. ഞാനും BA ഇംഗ്ലീഷ് ആയിരുന്നു. അതിപ്പോ കഴിഞ്ഞിട്ട് കുറെ കൊല്ലത്തിന്റെ വ്യത്യാസമുണ്ട്. അപ്പോ ഫ്രണ്ട് ഓഫീസ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കുറച്ച് ഇംഗ്ലീഷിൽ കുറച്ച് മെച്ചപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. Okay, Samna. Then Jerin Moore. മാം, എൻ്റെ പേര് ജെറിൻ. വീട് ഇംഗ്ലീഷ് ബേസ് പറയുകയാണെങ്കിൽ അറിയുമോന്ന് ചോദിച്ചാൽ അറിയാം, അറിയത്തില്ലയോ ചോദിച്ചാൽ അറിയത്തില്ല. ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വൈസ് നമുക്ക് ഒരു ഇച്ചിരി വീക്ക് വരുന്നു. അതർവൈസ് ഓക്കെ. അറിയുമെന്ന് വെച്ചാൽ അറിയാമില്ലെങ്കിൽ ഓക്കെ. Then Ashwati ഇല്ലാത്ത ക്ലാസ് ഇല്ല. Okay, Ashwati. ഗുഡ് മോർണിംഗ് മിസ്. എൻ്റെ വീട് എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലാണ്. എനിക്ക് അറിയാം, പക്ഷെ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. Okay, Ashwati. Taslima. ഹായ് മാം, ഞാൻ തസ്ലീമ, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പിന്നെ മനസ്സിലാകും, എഴുതാനൊന്നും കുഴപ്പമില്ല. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം. സംസാരിക്കാനാണ് പ്രോബ്ലം. ഓക്കെ. സനില. ഹായ് മാം, എൻ്റെ പേര് സനില, വരാപ്പുഴയിൽ നിന്നാണ്. ഞാൻ ആക്ച്വലി MBA ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് അത്ര വലിയ കുഴപ്പമില്ല. എന്നാലും കുറച്ച് കരിയർ ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് ഫ്ലുവൻസി സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഫ്ലുവൻസി കുറവുണ്ടാകും. പിന്നെ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ ടച്ച് അങ്ങോട്ട് വിട്ടു പോയിട്ടില്ല. അതായത് വലിയ കുഴപ്പമില്ലാണ്ട് കടന്നു പോകുന്നുണ്ട് ഇംഗ്ലീഷില്. ഓക്കെ സനില. Then Anjana. ഗുഡ് മോർണിംഗ് മിസ്. എൻ്റെ പേര് അഞ്ജന. ഞാൻ ഇടപ്പോണാണ്. എൻ്റെ സ്ഥലം പന്തളം ഇടപ്പോൾ. എനിക്ക് അത്യാവശ്യം അറിയാം, കുഴപ്പമില്ല. ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴാണ് കുറച്ച് പ്രയാസം. അങ്ങനെ ഉള്ളതേ ഉള്ളൂ. താങ്ക് യു മാഡം. Okay, Anjana. Then Kavita. ഹായ് മാം, എൻ്റെ പേര് കവിത. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എനിക്കും അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ അറിയാം. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് കുറച്ച് നാളെ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ടാണ്. അതിന് റെഡിയാവും. കുറച്ച് കഴിയുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും എഴുതാനും വായിക്കാനൊക്കെ അറിയാം, സംസാരിക്കാനും കുറച്ച് അറിയാം. അത് അത്യാവശ്യം ഫ്ലുവൻസി ഇല്ലാന്ന് പറയുന്നു അല്ലെ? ഇല്ല, കുറച്ചുപേര് മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ, ബാക്കി കുറെ പേർക്ക് വേണ്ടിയിട്ടില്ല. കോമൺ ആയിട്ട് തന്നെ ചോദിക്കുകയാണ്, എല്ലാവർക്കും ഗ്രാമർ എങ്ങനെയാണ്? ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഗ്രാമർ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ലാന്ന് നോക്കാം. സോനോ, ഗ്രാമർ എല്ലാവർക്കും ഓക്കെ ആണോ? പറയൂ. ഓക്കെ അല്ല. ഓക്കെ അല്ല മാം. ഓക്കെ അല്ല. ഓക്കെ അല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ അല്ല മിസ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ അല്ലേ മാം? മോസ്റ്റ്ലി എല്ലാവരും ഗ്രാമർ ഓക്കെ അല്ല എന്നാ പറയുന്നത്. ഓക്കെ അല്ല, സംടൈംസ് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്രാമർ. പക്ഷെ ടഫാണ് ഗ്രാമർ അല്ലേ? നമുക്ക് എല്ലാവർക്കും വായിക്കാനും എഴുതാനൊക്കെ അറിയാം. എഴുതാൻ അറിയാന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാൻ അറിയാം. പക്ഷെ ഗ്രാമർ കറക്റ്റ് ചെയ്ത് ഒരു സെന്റൻസ് എഴുതാൻ പറഞ്ഞാല് നമുക്ക് എഴുതാൻ പറ്റുമോ? മിസ്റ്റേക്സ് എല്ലാവരും ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണ്ടേ? ഓക്കെ ആണോ? ഒരു പാരഗ്രാഫ് എഴുതാൻ പറയുകയാണെങ്കിൽ വിതൗട്ട് എനി ഗ്രാമർ മിസ്റ്റേക്ക് ക്യാൻ റൈറ്റ് ഓർ നോട്ട്? കുറച്ച് യെസ് പറയുന്നത്, കുറച്ച് നോ പറയാം. ഓക്കെ, മ്യൂട്ട് ചെയ്യാട്ടോ എല്ലാവരും. മ്യൂട്ട് ചെയ്യണേ. ഇംഗ്ലീഷ് അല്പം ബുദ്ധിമുട്ടാണ്. അറിയാം, ബട്ട് പറയാൻ അറിയില്ല. ഓക്കെ, അപ്പോ പറയാനുള്ളത് ഇത്രയാണ് കേട്ടോ. ഇംഗ്ലീഷ് നമ്മൾ ഏതൊരു ലാംഗ്വേജും നമുക്ക് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ഗ്രാമറിന്റെ ആവശ്യമില്ല. അത് നിങ്ങളെ പൊതുവെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും അല്ലെ?
ഗ്രാമർ നമുക്ക് നോക്കാറില്ല നമ്മൾ സംസാരിക്കുമ്പോൾ. അത് ഏതൊരു ലാംഗ്വേജ് അങ്ങനെ തന്നെയാണ് കേട്ടോ. മലയാളം ഇപ്പോ ഇവൻ മലയാളം പോലും നമ്മൾ സംസാരിക്കുമ്പോൾ ഗ്രാമർ നോക്കിയിട്ടാണോ സംസാരിക്കുന്നത്? ആണോ? ഒരിക്കലല്ല. ഒരിക്കലല്ല. കറക്റ്റ് നമ്മള് ആ ഒരു വേർഡ് പോലും കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്തിട്ടല്ല നമ്മൾ മലയാളം സംസാരിക്കുന്നത്. പല രീതിയിലാണ്. എല്ലാ വേർഡും നമ്മൾ ഷോർട്ട് ആക്കിയാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ എന്താ ചെയ്യാം? മലയാളം സംസാരിക്കുന്ന പോലെയാണ് എഴുതുന്നത്. വളരെ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഗ്രാമർ ആവശ്യമില്ല. നിങ്ങൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും നമുക്കത് കൺവേ ആയാൽ മാത്രം മതി. ലാംഗ്വേജ് എങ്ങനെയാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഗ്രാമർ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ആവശ്യം, ഇപ്പോ നമ്മളെ കേരളത്തിന് പുറത്തു പോയെന്ന് വിചാരിക്കും, കേരള പോട്ടെ ഇന്ത്യക്ക് പുറത്തു പോയെന്ന് വിചാരിക്കും, നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റൂ. നമ്മൾ ആ ടൈമിൽ ഗ്രാമർ നോക്കുവോ? ഇല്ല, ഒരിക്കലില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മള് നമുക്ക് പറ്റാവുന്ന രീതിയിൽ പൊട്ടത്തെച്ചാണെങ്കിൽ പോലും ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കും. അതിൽ നമ്മൾ മിസ്റ്റേക്സോ അയാൾ എന്ത് വിചാരിക്കുന്നോ ഒന്നും ചിന്തിക്കില്ല. കാരണം നമുക്ക് അവിടെ സംസാരിച്ചേ മതിയാകൂ. സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പോ സംസാരിക്കാൻ നമുക്ക് ഗ്രാമറിന്റെ ആവശ്യമില്ല. പക്ഷേ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗ്രാമർ അറിഞ്ഞിരിക്കണം. ഗ്രാമർ അറിഞ്ഞിരിക്കണം. കാരണം നമുക്കൊരു സെന്റൻസ് നമ്മൾ പറയുന്നത് തെറ്റല്ല എന്ന് നമുക്ക് ഷുവർ ആണെങ്കിൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരൂ. അങ്ങനെ തെറ്റല്ല പറയുന്നത് എന്ന് നമുക്ക് ഉറപ്പ് വരണമെങ്കിൽ നമ്മൾ എന്താ പഠിക്കണ്ടേ? ഗ്രാമർ പഠിക്കണം അല്ലെ? ഓരോ സെന്റൻസും അതിന്റെ ഓക്സിലറീസും മൊഡൽ വേർബ്സും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ? ഓരോന്നിനും ഓരോ റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സെന്റൻസിലാണെങ്കിൽ പോലും യൂസ് ചെയ്യുന്നത്. അത് കറക്റ്റ് നമ്മൾ അറിഞ്ഞിരുന്നാല് നമുക്ക് ഒരു സെന്റൻസ് വിതൗട്ട് എനി ഗ്രാമർ മിസ്റ്റേക്ക് വി ക്യാൻ ക്രിയേറ്റ്. ഓക്കെ, അതുപോലെ തന്നെയാണ് കേട്ടോ മലയാളവും. നമ്മള് മലയാളം പഠിച്ചത് നമ്മൾ അറിഞ്ഞില്ലെന്ന് മാത്രം. ഓക്കെ, നമ്മള് കുഞ്ഞിനെ മുതൽ സംസാരിച്ച ഒരു ലാംഗ്വേജ് ആണ് മലയാളം. സംസാരിച്ചാണ് പഠിച്ചത്, എഴുതി പഠിച്ചതല്ല. പക്ഷെ ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ് ആണ് മലയാളം. നമ്മളിത് കുഞ്ഞിലെ തന്നെ നമ്മുടെ ആ ടൈമിൽ നമുക്ക് ഒന്നുമില്ല, നമ്മുടെ ഫീലിങ്സ് ഒന്നുമില്ല. കാരണം കേട്ടാൽ അവരെന്ത് വിചാരിക്കും എന്നൊരു ചിന്ത നമുക്കില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ 100 വട്ടം ആലോചിക്കും. അയ്യോ അവരെന്ത് വിചാരിക്കും, ഞാൻ സംസാരിച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്ത് വിചാരിക്കും, കളിയാക്കോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മളൊരു കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കാം. ശരിയല്ലേ? പക്ഷെ കുഞ്ഞിനെ അങ്ങനെയാണോ മലയാളം സംസാരിച്ചത്? ഒരിക്കലല്ല. നമ്മള് അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. തെറ്റാണ് പറയുന്നത്. നമ്മുടെ മക്കള് പറയുന്നത് നമുക്ക് കേൾക്കാലോ. അവര് പറയുന്ന എല്ലാം പൊട്ടത്തെറ്റാണ്. നമ്മൾ കളിയാക്കാണ് ചെയ്യുന്നത്. കറക്റ്റ് ചെയ്യാറുണ്ടോ? അങ്ങനെയല്ല മോനെ പറയണ്ടേ, ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യാറുണ്ടോ? ഒരിക്കലും കറക്റ്റ് ചെയ്യാറില്ല. അവരത് തന്നെ പഠിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഏതൊരു ലാംഗ്വേജും നമുക്ക് പഠിക്കാൻ എളുപ്പമാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഇംഗ്ലീഷ് ടഫാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി സ്കൂൾ ടൈമിൽ നമ്മുടെ മനസ്സിൽ അത് കീറിപ്പോയ ഒരു കാര്യമാണ്. അത് ചിലപ്പോ സിലബസിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. അന്നത്തെ കാലത്തെ സിലബസും ഇപ്പോഴത്തെ സിലബസും തമ്മിൽ വ്യത്യാസമുണ്ട്, എന്താണ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാത്തത്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ലാംഗ്വേജ് നമ്മൾ പേടിക്കാൻ പാടില്ല കേട്ടോ. ഇംഗ്ലീഷ് പേടിയാണ് എന്ന് ആരും പറയാൻ പാടില്ല. കേട്ടല്ലോ? ഇനി നിങ്ങളുടെ സബ്ജക്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾ ആരാണ് ശരിക്കും? നിങ്ങൾ എന്ത് പഠിക്കാനാ വന്നേ? അല്ലേ? സോറി പഠിച്ചില്ല. എന്താ ആവാൻ പറ്റാ? പറയാനൊരു മടി. നിങ്ങളൊക്കെ ടീച്ചേഴ്സ് അല്ലേ? ടീച്ചേഴ്സ് ആണ് കേട്ടോ. ടീച്ചേഴ്സ് ആണ്, സ്റ്റുഡൻസ് ആണെന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആണ് തന്നെ പറയാം. അപ്പൊ ടീച്ചേഴ്സ് നിങ്ങൾ ആരെയാ പഠിപ്പിക്കാൻ പോകുന്നേ അറിയോ? കുഞ്ഞു മക്കളെയാണ്. പഠിച്ചൊരു ജോലിയാണ് കുഞ്ഞുമക്കളെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അവരെ പഠിപ്പിക്കാൻ പോകുമ്പോ നമ്മള് അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അവര് നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ പറയുന്ന ഓരോ വേർഡ്സ് ആണെങ്കിലും അതിന്റെ പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും എല്ലാം അവര് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മള് അത്രത്തോളം നമ്മൾ റെഫർ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് അവരെ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ.
കാരണം അവർ ചോദിക്കുന്ന ഓരോ കൺഫ്യൂഷൻ ആണെങ്കിലും ഡൗട്ട്സ് ആണെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റണം. നിങ്ങൾ എടുക്കുന്ന ഇംഗ്ലീഷ് ആയതുകൊണ്ടും മോസ്റ്റ്ലി നിങ്ങളുടെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ചെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഗ്രാമർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും ഗ്രാമർ കുഞ്ഞിലേ മുതൽ ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ ഞാൻ പോകെ പറഞ്ഞുതരാം. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് ഗ്രാമർ ആണ് കേട്ടോ, ബേസിക് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ബിഗിനേഴ്സ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും നമുക്ക് ഇപ്പോ നമ്മുടെ ഈ കോഴ്സിലാണ് ഇംഗ്ലീഷ് ക്ലാസ് കേട്ടിരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു ഡൗട്ട്സ് ഇനി ഉണ്ടാകില്ല. അത്രത്തോളം നന്നായിട്ട് നമ്മൾ ഗ്രാമർ എടുക്കുന്നുണ്ട്. ഗ്രാമർ സൈഡ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ക്ലാസ്സിലാണെങ്കിൽ കുറച്ച് ഫുൾ ടൈം ക്ലാസ് ഒന്നും ആയിരിക്കില്ല. കുറച്ച് ഇന്ററാക്ഷൻസ് വരും, ടോപ്പിക് പ്രസന്റേഷൻസ് വരും, ഇംഗ്ലീഷിലൊന്ന് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ അതിലൂടെ മാത്രമാണ് നമ്മൾ ക്ലാസ് എടുക്കുക. പിന്നെ ഗ്രാമർ ഓക്കെ ആയി ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ഗ്രാമർ അറിയില്ല എന്ന് പറയും. ആ ഒരു ഗ്യാരണ്ടി ഞാൻ പറയാം. 100% ഷുവർ ആണ് നിങ്ങൾക്ക് ഗ്രാമർ നന്നായിട്ട് പഠിച്ചിട്ടേ ഇവിടെ പോകും. ഷുവർ ആണ് കേട്ടോ. അതിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. കാരണം അതെനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ നിങ്ങൾ ഫ്ലുവന്റ് അല്ല എന്ന് പറഞ്ഞ കുറച്ച് പേര് അവര് എല്ലാവരും ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയോ? അത് നിങ്ങൾ വിചാരിക്കണം കേട്ടോ. ഇംഗ്ലീഷ് സംസാരിക്കണം, ഫ്ലുവന്റ് ആകണം എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. ഇവിടെ ഇരുന്ന് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് എനിക്ക് പറയാൻ മാത്രമേ പറ്റൂ. നിങ്ങൾ അവിടെ അൺമ്യൂട്ട് ചെയ്ത് എന്നോട് സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആകും. അങ്ങനെയാണ് ഫ്ലുവൻസിലേക്ക് വരാം. ഓക്കെ, അതുകൊണ്ട് ഗ്രാമർ ഞാൻ പഠിപ്പിക്കും എന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻസ് ആകും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ വിചാരിച്ച് മാറ്റേണ്ട ഒന്നാണ്. ഓക്കെ, പക്ഷെ അതിനുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. എല്ലാം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, കിട്ടുന്ന ചാൻസ് എല്ലാവരും യൂസ് ചെയ്യാൻ നോക്കാം. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ചിന്ത തന്നെ ആദ്യം മാറ്റാം. ലൈഫില് നമുക്ക് ആവശ്യമില്ലാത്ത ഒരേ ഒരു ചിന്ത അതാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യമാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവര് കളിയാക്കും, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ ചിന്ത ഈ ക്ലാസ്സിൽ വരുമ്പോ വേണ്ട. ഓക്കെ, ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിച്ച് മാത്രം ക്ലാസ്സിൽ വന്നിരുന്നാൽ മതി കേട്ടോ. ആദ്യം മുതലേ പഠിക്കുകയാണ്. അപ്പോ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരെങ്ങനെയാ ഇംഗ്ലീഷ് സംസാരിക്കുക? തെറ്റായിരിക്കും, പൊട്ടത്തെറ്റായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, അത് നിങ്ങൾക്കും അറിയാം. തെറ്റിക്കോട്ടെ കേട്ടോ. മിസ്റ്റേക്സിലൂടെ മാത്രമേ നമ്മൾ പഠിക്കൂ. അതുകൊണ്ട് തെറ്റിപ്പോകും എന്ന് വിചാരിച്ചിട്ട് ആരും സംസാരിക്കാതിരിക്കണ്ട. എല്ലാവരും സംസാരിക്കണം. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ്സിൽ മാക്സിമം ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. പിന്നെ ഒരു നോട്ട്ബുക്ക് കയ്യിൽ വേണം. ഞാൻ നോട്ട്സ് എഴുതാൻ പറയുമ്പോൾ എഴുതിപ്പിക്കേണ്ടി വരും. അപ്പോ ഇംഗ്ലീഷിന് വേണ്ടി സെപ്പറേറ്റ് നോട്ട്ബുക്ക് കയ്യിലുണ്ടാവും കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണെങ്കിൽ ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ക്ലാസ്സിലേക്കൊന്നും പോകുന്നില്ല. എന്തെങ്കിലും സംസാരിക്കാം. ക്ലാസ് ഓക്കെ ആണോ? കംഫർട്ടബിൾ ആണോ? ആസ് എ ടീച്ചർ എന്നെയായിട്ട് ഓക്കെ ആണോ? പഠിച്ചെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾ എല്ലാവരും ബിഗിനേഴ്സ് ആണ് അല്ലെ, ഗ്രാമർ അറിയാത്തവരൊക്കെയാണ്. സോ ഫസ്റ്റ് ടൈം ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് കാരണം നിങ്ങൾ ഫസ്റ്റ് ടൈം ഇത് കേൾക്കുമ്പോഴും നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് കേൾക്കുന്നത് അല്ലെ. ഞാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്യും. ഇത് കാര്യമാക്കണ്ട. എത്ര ഡൗട്ട്സ് ആണെങ്കിലും ഓൺ സ്പോട്ടിൽ തന്നെ ചോദിക്കാൻ നോക്കാം. ഇനി ഒരു പ്രാവശ്യം ഡൗട്ട് ചോദിച്ചു മിസ് അത് ക്ലിയർ ചെയ്തു, പിന്നെയും ഡൗട്ട് ചോദിച്ചാൽ മിസ്സിന് എന്തെങ്കിലും തോന്നുകയും മിസ് എന്തെങ്കിലും വിചാരിക്കൂ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാൻ നോക്കാം. മാക്സിമം നമ്മുടെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചിട്ടാണ് പോവുക. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എല്ലാവരും ഹൗസ് വൈഫ് ആണ്, മദേഴ്സ് ആണ്, എല്ലാവരും അറിയാം. എല്ലാവർക്കും അതിൻ്റെതായ കരുതും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ മാക്സിമം നമ്മൾ പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ചോദിക്കുക, ക്ലിയർ ചെയ്യുക, ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ,
ഓക്കെ ആണല്ലോ? യെസ് മാം. ഓക്കെ. പിന്നെ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒപ്പീനിയനോ നിങ്ങൾക്ക് സജഷൻസോ നെഗറ്റീവ്സോ പോസിറ്റീവ്സോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് പറയാം കേട്ടോ. മിസ് ക്ലാസ് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്. എനിക്ക് പൊതുവേ വരുന്ന ഒരു കംപ്ലൈന്റ് സ്പീഡ് കൂടുന്നുണ്ടെന്നാണ്. അത് ഞാൻ പൊതുവെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടാണ് കേട്ടോ. ഞാൻ സംസാരിക്കുന്ന പൊതുവെ സ്പീഡിലാണ്, അതുകൊണ്ടാണ്. അപ്പോ ആ ഒരു കംപ്ലൈന്റ് എനിക്ക് എല്ലാ ക്ലാസ്സിൽ നിന്നും വരുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോ വേറെ എന്താണെങ്കിലും എന്ത് ഇഷ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തന്നെ എന്നോട് പറയാം. ഒരു അങ്ങനെ പറഞ്ഞാൽ മിസ്സിന് വിഷമാകൂ എന്നൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ, എന്തും പറയാം. നമ്മൾ ടീച്ചേഴ്സ് ആണ്, എല്ലാവരും ടീച്ചേഴ്സ് ആണ്. എല്ലാവർക്കും പോസിറ്റീവ്സ് മാത്രമല്ല നെഗറ്റീവ്സും വരും. ഓക്കെ, ആ നെഗറ്റീവ് സൈഡും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ആക്സെപ്റ്റ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവാ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഒരു ഫ്രണ്ട്ലി നേച്ചർ അല്ലെങ്കിൽ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ മാത്രം മതി നമുക്ക്. ഓക്കെ ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മിസ്സിന് മാത്രം ഡൗട്ട്സ് ചോദിക്കാട്ടോ. ഒന്നുമില്ല, ഇതിനൊക്കെ സംസാരിക്കുവോ? എന്നാ മിണ്ടാതിരിക്കുന്നേ? ക്ലാസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഡൗട്ട് വരുമായിരിക്കും. ഡൗട്ട് വരും, ഷുവറാണ്. എല്ലാം ഡൗട്ട്സ് വരുന്നുണ്ട്, ഒരുപാട് ഡൗട്ട്സ് വരും. പിന്നെ എന്താണ് ഇനി എന്താ പറയണ്ടേ? ഇനി എന്താ അറിയാനുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ചിട്ട്? മിസ്സേ, ഹലോ. ഓക്കെ, പറയൂ, ചോദിക്കൂ. ക്ലാസ്സിനെ സംബന്ധിച്ചിട്ടല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വെച്ചിട്ട്, ഇന്നലെ പറഞ്ഞിരുന്നു ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവര് അത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഇന്നലെ ചർച്ച ചെയ്താണ് നമ്മളിപ്പം പ്രെയറും തോട്ടും എല്ലാം തീരുമാനിച്ചത്. ആഡ് ചെയ്തിട്ട് കുറച്ചുപേരെ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് അറിയാവുന്ന കുറച്ചു പേർക്കെല്ലാം അയച്ചു കൊടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചുപേരെ. അതെയോ? അപ്പൊ ഞങ്ങളുടെ നമ്പറും കൂടി അതിൽ ആഡ് ചെയ്തോളൂ. മോണ്ടിസോറി ഒക്ടോബർ 2025 ആണ് ഗ്രൂപ്പ്. ഒരു ലിങ്ക് വഴിയാണ് എല്ലാവരും ജോയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പിനെ കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ കേട്ടോ, ആ ടൈമിൽ പറയാം. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ക്ലാസ് എങ്ങനെയാണ്? ഫുൾ ഇംഗ്ലീഷിൽ വേണം അല്ലെങ്കിൽ മലയാളം വേണം? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങള്? മലയാളം മിക്സായിട്ട് മതി. പിന്നെ അത് തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷനിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് 2-3 പേര് പറയുന്നോണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഓരോരുത്തർ ഒരാൾ പറയുമ്പോ അവർക്ക് അവസരം കൊടുക്കുക. മേഡം, അതായത് മിക്സ് ആയിട്ട് മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മലയാളം മീഡിയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അധികം ഇംഗ്ലീഷ് സംസാരിക്കാൻ അങ്ങനെയൊന്നും അറിയില്ല, വായിക്കാനും എഴുതാനും മാത്രമേ അറിയുള്ളൂ. മിക്സ്ഡ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥവും മനസ്സിലാക്കാൻ കഴിയും. മിക്സ്ഡ് ആയിട്ട് പറയുമ്പോൾ അപ്പൊ പിന്നെ മലയാളം ഇംഗ്ലീഷ് ആയാലും ആയാലും പഠിച്ചെടുക്കാലോ. മിക്സ്ഡ് ആയിട്ട് പറയുന്നത് തുടക്കത്തിൽ അങ്ങനെ ആവുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലേ. അപ്പൊ ഞാൻ പൊതുവെ ഇപ്പൊ മലയാളത്തിലുള്ള ക്ലാസ്സിൽ തന്നെ എല്ലാവർക്കും മെയിൻ സെയിം ഒപ്പീനിയൻ തന്നെയാണ് വരാറ്. കാരണം ഗ്രാമർ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മള് ഫുൾ ഇംഗ്ലീഷ് എടുക്കുമ്പോ ഇപ്പൊ ഒട്ടും അറിയാത്തവര് പോലും ഇംഗ്ലീഷ് കേൾക്കുമ്പോ പൊതുവെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ തന്നെ ബോറടിക്കും. കാരണം പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവാത്തോണ്ട് ബോറടിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം മലയാളത്തിലുള്ള ക്ലാസ് എടുക്കുക. കാരണം ഗ്രാമർ കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാവണമെങ്കിൽ മലയാളത്തിൽ തന്നെ ക്ലാസ് എടുത്തേ പറ്റും. ഗ്രാമർ ഓക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, കാരണം മോസ്റ്റ്ലി എല്ലാവർക്കും ഗ്രാമർ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗ്രാമർ അറിയാത്തവർക്ക് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, അവർക്ക് ക്ലാസ്സിൽ കയറാൻ തന്നെ തോന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി അറിയില്ല. കേൾക്കുമ്പോൾ പോലും മനസ്സിലാവുന്നില്ലെങ്കിലും
പിന്നെ ഒരു ക്ലാസ്സിൽ കയറിയിട്ട് എന്തിനാണെന്ന് വരെ ആലോചിച്ചു പോകും. അങ്ങനെയാണ് പൊതുവെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മള് ഒരുപാട് കുറെ എല്ലാവരും സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും ഇനിയിപ്പോ യൂട്യൂബിൽ വീഡിയോസ് ആണെങ്കിലും എല്ലാം കേൾക്കുന്നവരാണ്. കാരണം ഇംഗ്ലീഷ് അത്രയും പഠിക്കണമെന്നും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നും ആഗ്രഹമില്ലാത്തവരാരും തന്നെ ഇല്ല. പൊതുവെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് അത്രയും ആഗ്രഹമാണ് അല്ലെ, ഇന്ന് ഫ്ലുവന്റ് ആയി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങളിത് ഓർത്ത് വെക്കണം കേട്ടോ, നമ്മള് ഗ്രാമർ പഠിച്ചു, നമുക്ക് എല്ലാം അറിയാം, പക്ഷെ എന്നിട്ട് ഫ്ലുവന്റ് ആകുന്നില്ല. അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ എത്രത്തോളം തിയറീസ് ആണെങ്കിലും ഗ്രാമേഴ്സ് ആണെങ്കിലും എല്ലാം പഠിച്ചാൽ പോലും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ എത്രത്തോളം ക്ലാസ് കേട്ടാലും ഇംഗ്ലീഷ് ക്ലാസ് കേട്ടാലും നിങ്ങൾ ഫ്ലുവന്റ് ആവില്ല. ഇവിടെ ഇരുന്ന് ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുത്താലും കുറച്ച് പേര് പറയുന്നുണ്ട് മിസ് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമോ, അങ്ങനെയെങ്കിലും ഞങ്ങളെ കുറച്ച് ഇംഗ്ലീഷ് നിങ്ങൾക്ക് കേൾക്കാനോ നിങ്ങൾക്ക് സംസാരിക്കാനോ എന്ന് പറയും. പക്ഷെ അതിൽ ആ ഒപ്പീനിയൻ ഞാൻ എഗ്രി ചെയ്യുന്നില്ല. കാരണം ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് ആണെങ്കിലും എന്താണെങ്കിലും എന്ത് തരാം, നമ്മള് പഠിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് വീഡിയോസ് ആണെങ്കിലും എല്ലാം കേൾക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകുമെന്ന് ഉറപ്പുണ്ടോ? ഒരിക്കലും ഒരിക്കലും നടക്കില്ല. അത് മിസ് ഞാൻ ഇംഗ്ലീഷ് വീഡിയോസ് കാണുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ഫ്ലുവന്റ് ആകുന്നില്ല. കാരണം അത്രയേ ഉള്ളൂ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും ഒരാളും ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഓക്കെ, മലയാളം അങ്ങനെ തന്നെയാണ്, ഏതൊരു ലാംഗ്വേജ് അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മളെല്ലാവരും തമിഴ് മൂവീസ് കാണാറുണ്ടോ? കാണുന്നവരല്ലേ? ചിലപ്പോഴൊക്കെ കാണുന്നത്. ഏതൊരു ലാംഗ്വേജ് നമ്മൾ കാണാറുണ്ട്, പക്ഷെ അത് കേൾക്കുമ്പോ ഓക്കെ അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷെ അവരെ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല മാം. അത്രയേ ഉള്ളൂ. എല്ലാ ലാംഗ്വേജ് എങ്ങനെയാണ് കേട്ടോ, ഇംഗ്ലീഷ് മാത്രമല്ല, ഏതൊരു ലാംഗ്വേജ് അങ്ങനെയാ. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. ഓക്കെ, അതുകൊണ്ട് പ്രാക്ടീസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്നു മുതൽ എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുക, കുറച്ച് സമയം ഇംഗ്ലീഷിന് വേണ്ടി മാറ്റിവെക്കാൻ നോക്കാം കേട്ടോ. തിരക്കാണെന്ന് പറയണ്ട, മിസ് തിരക്കാണ്, മിസ് ഒട്ടും സമയമില്ല മിസ് എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ? നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുന്നവരാണല്ലോ. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഇവൻ ഞാൻ പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനാണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ പഠിക്കാൻ സംസാരിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ ഇഷ്ടമാണെന്ന് വെച്ചാൽ അത്ര ഇഷ്ടമൊന്നുമല്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി മടി, ശരിയല്ലേ? അപ്പൊ മടി മാറ്റി വെക്കും. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മടി. മടി ഇല്ലെന്നാരും പറയണ്ട, മടി എല്ലാവർക്കും ഉണ്ട്, എനിക്ക് പോലും പറയുന്ന സാധനം അത് എന്തായാലും വരും. അതുകൊണ്ട് അതാണ് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു ദിവസം പെർ ഡേ നമ്മള് 10 to 15 minutes വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് ആ ടൈം ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, കൂട്ടാൻ നോക്കുക, പിന്നെ 1 hour ആക്കുക. എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുക, ഒരുപാട് വൊക്കാബുലറീസ് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഗ്രാമർ പഠിച്ചു, ഗ്രാമർ പഠിച്ചാലും നമുക്ക് സംസാരിക്കുമ്പോൾ വേണ്ടത് എന്താണ്? വൊക്കാബുലറി വേണോ? ഓരോ വേർഡ്സിന് മീനിങ് അറിയണോ? നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കി, ചുറ്റും കാണുന്ന വസ്തുക്കളുടെ പേര് നിങ്ങൾക്ക് അറിയോ? ഇംഗ്ലീഷിന്റെ നെയിംസ് അറിയോ? എന്തൊരു പ്രവൃത്തിയാണെങ്കിൽ പോലും അതിന് ഇംഗ്ലീഷ് അറിയോ? അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ഡേ ടു ലൈഫിൽ നമുക്ക് ആവശ്യമായി വരുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അതിന് ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കും. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഒരു സെന്റൻസിൽ ആ വാക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മളെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക, പഠിക്കാൻ നോക്കുക, പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതൊരു ലാംഗ്വേജ് പറയുമ്പോഴും നമുക്ക് ഫ്ലെക്സിബിലിറ്റി വരണം. നമ്മുടെ വർക്കിലാണെങ്കിൽ ഓർഗൻസ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിൾ ആവണം. ഫ്ലെക്സിബിൾ ആയില്ലെങ്കിൽ നമുക്ക് ആ വേർഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, മിസ്റ്റേക്സ് വരും, വെള്ളി വീഴുന്നു പറയും അല്ലെ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ നിങ്ങൾ പറയുന്ന ഓരോ വേർഡ്സിന്റെയും? ചെക്ക് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചെക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്
പ്രൊണൗൺസിയേഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, പ്രൊണൗൺസിയേഷൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഇപ്പൊ ഒരു വേർഡ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് വായിച്ചേ. വേർഡ് കാണാനില്ലേ മാഡം? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ലിച്ചി, ഡെനി, ഈ രണ്ട് വാക്ക് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഫെമിലിയർ ആണ്, ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡ്സ് ഒന്നും അല്ല. ലിച്ചി, ഡെനി, ഇങ്ങനെ തന്നെയാണ് അത് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ആണോ? ഷുവർ ആണോ? തെറ്റാണ് കേട്ടോ. ലിച്ചി അല്ല, ലൈച്ചി ആണ്. ഓക്കെ, ലൈച്ചി, നോട്ട് ഡെനി, ഡിനായി. ഓക്കെ, ഡിനായി. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറയുന്ന, നമ്മൾ കേൾക്കുന്ന, കാണുന്ന എല്ലാ വേർഡ്സിന്റെയും പ്രൊണൗൺസിയേഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ കറക്റ്റ് അല്ല, മിസ്റ്റേക്ക് ആണ് പറയുന്നത്. അതുകൊണ്ട് ഏതൊരു വേർഡ് നമ്മൾ പഠിക്കുമ്പോഴും, പുതിയ വേർഡ്സ് ആണെങ്കിലും ഇനി പുതിയതോ പഴയതോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വേർഡ്സ് എന്തോ ആയിക്കോട്ടെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, പ്രൊണൗൺസിയേഷൻ കേൾക്കുക, അതേപോലെ തന്നെ പഠിക്കുക. ഓക്കെ, അവർ പറയുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ പഠിക്കണം, ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഏതൊരു ലാംഗ്വേജും ഒരു ഇമിറ്റേഷൻ ആണെന്ന് പറയും. എന്നാൽ മാത്രമേ അവരുടെ ആ ഒരു സ്ലാങ്ങും ടോണും നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റൂ. അത് ഗൂഗിളിൽ പറയുമ്പോൾ അവര് കേൾക്കാൻ പറ്റില്ല, പ്രൊണൗൺസിയേഷൻ അവർ പറയുന്ന വേർഡ് കേൾക്കാൻ പറ്റില്ല, കേൾക്കുക, അവരെങ്ങനെയാണോ പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ പറയാൻ പറ്റും. ഇന്ന് മുതൽ പഠിക്കണം. ഓക്കെ, ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. ഇനി മൂവീസ് ആണെങ്കിൽ പോലും ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവരുണ്ടാകാം, ഇംഗ്ലീഷ് വീഡിയോസ് കാണുന്നവരുണ്ടാകാം. എല്ലാവരും ചെയ്യേണ്ടത് ഇത്രയാണ്, കേട്ടാൽ മാത്രം പോരാ, അവര് പറയുന്ന ഓരോ സെന്റൻസ് ആയിക്കോട്ടെ നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അത് അവര് പറയുന്ന പോലെ നമ്മൾ പറയാൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പഠിക്കും. അല്ലാതെ വെറുതെ കേട്ടത് കൊണ്ട് മാത്രം നമ്മൾ പഠിക്കില്ല. കേട്ടാൽ നമ്മൾക്ക് അറിയാം, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് പുതിയ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ഇംഗ്ലീഷിനെ കുറിച്ച് എന്ത് കേട്ടാലും അത് നോട്ട് ചെയ്ത് വെക്കുക, പ്രാക്ടീസ് ചെയ്യുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മള് ഇംഗ്ലീഷ് പഠിക്കുകയുള്ളൂ കേട്ടോ, അല്ലാതെ പഠിക്കില്ല. ഇന്ന് മുതൽ എനിക്കൊരു നോട്ടും നിങ്ങൾക്കൊരു നോട്ടും, ഞാൻ 2 നോട്ട് മാറ്റി വെക്കുക. ഇന്ന് മുതൽ പഠിക്കാൻ തയ്യാറാക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എല്ലാം സമ്മതിക്കുന്നുണ്ട് കേട്ടോ. കോഴ്സ് അവസാനിക്കുന്ന വരെ ഇത് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം, കൂടെ ഉണ്ടാവണം. കട്ടക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇംഗ്ലീഷ് പഠിക്കും. ഓക്കെ, മാക്സിമം എന്നോട് കോപ്പറേറ്റ് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക, ഇംഗ്ലീഷ് പഠിക്കും എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം. ഓക്കെ, ഓക്കെ. അപ്പോ ഇന്ന് മുതലേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും അല്ലേ? അതിന് മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല മാം, മാറ്റം പഠിക്കും. ഓക്കെ, ഇനിയിപ്പോ ക്ലാസ്സിൽ എന്തെങ്കിലും ഞാൻ വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എല്ലാവരും പ്രസന്റ് ചെയ്യണം കേട്ടോ. അതിൽ കുറച്ച് പേരൊക്കെ ഇംഗ്ലീഷിലായിരിക്കും പ്രസന്റ് ചെയ്യുക. അതുകൊണ്ട് അയ്യോ അവർ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രസന്റ് ചെയ്യാതിരിക്കരുത്. ഏത് ലാംഗ്വേജ് ആണോ കംഫർട്ടബിൾ എന്ന് തോന്നിയാലും മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ആക്റ്റീവ് ആയിട്ടിരിക്കുക, എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വന്നവരാണ്. ഇതിൽ ഇംഗ്ലീഷ് അറിയാവുന്നവരും ഇംഗ്ലീഷ് അറിയാത്തവരും ഉണ്ട് എങ്കിലും എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്, നിങ്ങൾക്കും ഒരേപോലെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. അതുകൊണ്ട് ആരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും എന്നൊരു ചിന്ത ആർക്കും ഇനി വേണ്ട. കേട്ടല്ലോ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ മാം. എനിക്കാണ് പറയാൻ. കാരണം ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോ ഓരോ എന്ത് പോർഷൻ ആണെങ്കിലും ക്ലാസ്സിൽ എടുക്കുന്ന എന്താണെങ്കിലും ഞാൻ അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഏത് ക്ലാസ്സിലാണെങ്കിലും ഞാൻ വരുന്ന ക്ലാസ്സിലാണെങ്കിൽ പോലും അതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ പറയാൻ പറയും. ഓക്കെ, ഏതൊരു ടോപ്പിക് ആണെങ്കിൽ പോലും ഞാൻ എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ പറയും. അപ്പൊ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പേര് ടെക്സ്റ്റ് ചെയ്യുന്നു, ഞാൻ വിളിക്കുന്നു, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു, അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ ഇപ്പൊ അത്യാവശ്യം 50 above സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരെയും കൊണ്ടും പറയിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. കാരണം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റും. എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്, എല്ലാവരും ടീച്ചേഴ്സ് ആണ്, എല്ലാവരും ടീച്ചറായി ക്ലാസ് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോ തവണയും നിങ്ങൾ ഇന്ന് പ്രസന്റ് ചെയ്ത് പോയായിരിക്കും നിങ്ങൾ നാളെ പ്രസന്റ് ചെയ്യുന്നത്. മാറിക്കൊണ്ടേയിരിക്കും, കാരണം നിങ്ങൾ ഓരോ ഡേ ബൈ ഡേ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നല്ല നിങ്ങൾക്ക് മനസ്സിലാവാം, കോഴ്സ് കംപ്ലീറ്റ് ആയ ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സും ലാസ്റ്റ് ക്ലാസ് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം രണ്ട് തരമാണ് കേട്ടോ, ഭയങ്കര ഡിഫറൻസ് ആണ്. നിങ്ങൾ ഇപ്പോ പറയും മിസ് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞവര് ആ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പറയുന്നതില്ലേ, നിങ്ങൾ കേട്ടാ വിശ്വസിക്കില്ല. ഞാൻ പറയും ഓ മിസ് ഭയങ്കര തള്ളാണല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെയല്ല കേട്ടോ, പറയും പൊതുവെ എല്ലാവരും എങ്ങനെയാ പറയുന്നത്, ഇംഗ്ലീഷ് ഇപ്പൊ കുറച്ചെങ്കിലും അറിയാം മിസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നു. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക, പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യാൻ നോക്കുക, ബാക്കോട്ട് പോകരുത് കേട്ടോ, ഫ്രണ്ടിലേക്ക് തന്നെ വരാം. നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് വരാൻ പറ്റില്ല. ഓക്കെ, ഇതേപോലത്തെ ഒരു ക്ലാസ്സോ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസോ ഇനി കിട്ടണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് എനിക്കറിയാം പല ഇഷ്യൂസ് നിങ്ങളുടെ ഫാമിലീസ് ആണെങ്കിലും എന്താണെങ്കിലും ഇഷ്യൂസ് ഇല്ലാത്തവരില്ല കേട്ടോ. ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും പ്രോബ്ലംസ് ഇല്ലാത്തവരൊന്നും ഇല്ല. എല്ലാ മനുഷ്യർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഒരു ബാഡ് സൈഡ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ മാറ്റി വെക്കുക. ഈ 1 hour കിട്ടുന്ന 1 hour അതെല്ലാം മറന്ന് ക്ലാസ്സിൽ മാക്സിമം എൻജോയ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രീ ആയിട്ടിരിക്കുക, റിലാക്സ് ചെയ്തിരിക്കുക. ഓക്കെ, ഓക്കെ ആണല്ലോ? കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, നമുക്ക് വേണ്ടത് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക ക്ലാസ്സിൽ. ടെൻഷൻ അടിച്ചിരിക്കേണ്ട, അയ്യോ മിസ്സിനെ എന്നെ വിളിക്കോ, മിസ് ചോദിക്കോ, ഞാൻ പറയേണ്ടി വരും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. ഞാനായിട്ട് ഇപ്പൊ നിങ്ങൾ ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ, ഇവിടെ സംസാരിക്കാൻ നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ ആണല്ലോ? ഇതുവരെ സംസാരിച്ചതില് ആസ് എ ഇംഗ്ലീഷ് ടീച്ചർ നിങ്ങൾ എങ്ങനെയാണ്? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയാനുണ്ട്? ഓക്കെയാണ് മാം. ഓക്കെയാണ് മാം. ഓക്കെയാണ് മാം. How do you feel now? അതോന്നിപ്പോ ഞാൻ ഓക്കെ അല്ല കേട്ടോ, ഞാനത്ര ഓക്കെ അല്ല, എനിക്ക് കുറച്ച് പനിയൊക്കെ ആയിരുന്നു, അപ്പൊ അതിൻ്റെതായ തോട്ട് ഇഷ്യൂസ് ഉണ്ട്, ഇടയ്ക്ക് ചുമ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും കെയർഫോണിൽ ക്ലാസ് എടുക്കാൻ പറ്റാതെ, ഇപ്പൊ സംസാരിക്കാൻ പറ്റാതെ കേട്ടോ. ഓക്കെ, അപ്പൊ പറയൂ, എന്ത് തോന്നിപ്പോ? പഠിച്ചെടുക്കാൻ മാം. കോൺഫിഡൻസ് തോന്നുന്നു. നെഗറ്റീവ്സും പറയാട്ടോ, പോസിറ്റീവ്സും പറയാം, നെഗറ്റീവ്സും പറയാം. പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് മാം. ടീച്ചർ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നുണ്ട്. സീരിയസ് ആണോ? ഷോ ആദ്യമായിട്ട് തന്നെ ഒരു അടക്കം സീരിയസ് ആണ്. ഓക്കെ, ഞാൻ സീരിയസ് അല്ല, ഞാൻ സ്ട്രിക്റ്റ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് എല്ലാ പെണ്ണുങ്ങളുടെയും ഒരു കാര്യമാണ് പൊതുവെ ഒരു ജനറൽ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ക്ലാസ്സിൽ നമുക്കത് ആവശ്യമാണ്. എന്തൊരു കാര്യം നമ്മൾ അങ്ങനെ ചോദിക്കുമല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡിയാണോ, പ്രസന്റ് ചെയ്യാൻ റെഡിയാണോ, അല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന വർക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പഠിക്കണം. യെസും നോയും പറയാൻ പഠിക്കണം. ഓക്കെ, ആരോടും എപ്പോഴും ഏത് സിറ്റുവേഷനിലും നമ്മുടെ ധൈര്യത്തോടെ അത് പറയാൻ പഠിച്ചേ പറ്റും. ഓക്കെ, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. നോ പറയാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. പറഞ്ഞാൽ എന്ത് വിചാരിക്കും? പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം, അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയണം. അവിടെ വെച്ച് തീർന്നു. എന്നോടാണെങ്കിലും പറയണം കേട്ടോ.
മിസ്സേ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ വർക്ക് ചെയ്തോ എന്ന് ചോദിച്ചാല് ആരും വിടില്ല, വിടാതിരിക്കും. അതിന് അർത്ഥം എന്താ? ചെയ്തിട്ടില്ലെന്നാ. അത് ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ ഇല്ല, ഓക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഇല്ല എന്ന് പറയാനും എസ് എന്ന് പറയാനും പഠിച്ചേ പറ്റും. ഓക്കെ, നമുക്ക് ആരോട് എന്തും പറയാനേ, മനസ്സിലായോ? പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത വേണ്ട കേട്ടോ. അതുകൊണ്ട് നമ്മൾ എല്ലാ ടീച്ചേഴ്സും ക്ലാസ് സബ്ജക്ട് വൈസ് മാത്രമായിരിക്കില്ല ക്ലാസ് എടുക്കുക. കാരണം നമ്മള് ഒരു ടീച്ചറിന് എന്തൊക്കെയാ ആവശ്യം? പഠിപ്പിച്ചാൽ മാത്രം മതിയോ? ഇല്ല മാം, വേണ്ട അല്ലെ? അങ്ങനെയല്ല. നിങ്ങൾക്ക് ഞാനിപ്പോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലൊരു ടീച്ചർ വേഗം വരും അല്ലെ? മനസ്സിലൊരു ടീച്ചർ ഉണ്ട്, ഫേവറേറ്റ് ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ എടുത്ത സബ്ജക്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട്. ശരിയാണോ? അതെ. ഓക്കെ മാം. അങ്ങനെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? ആ ടീച്ചർ ഫേവറേറ്റ് ആകാൻ കാരണം എന്താ? ടീച്ചർ നമ്മളോട് ഇടപഴകുന്ന രീതിയും എല്ലാം വെച്ച്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ടീച്ചർ എങ്ങനെ ആകാൻ പാടില്ലെന്നും ഒരു ടീച്ചർ എങ്ങനെ ആകണമെന്നും നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും, മനസ്സിലായോ? അപ്പൊ ഒരു ടീച്ചറിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ സബ്ജക്ട് വൈസ് മാത്രമല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ സംസാരിക്കും. നിങ്ങൾക്കും സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ക്ലാസ് തന്നെ ആയിരിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. നമ്മൾ പല രീതിയിലും നിങ്ങൾക്ക് ഇത് ഓക്കെ സബ്ജക്ട് നമ്മൾ പഠിച്ചിരിക്കണം. അത് മാത്രമല്ല നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഡെവലപ്പ് ചെയ്യാനുണ്ട്. സ്കില്ലാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇതെല്ലാമാണ് നമ്മുടെ മോണ്ടിസോറി കോഴ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോ നിങ്ങൾ ജോയിൻ ചെയ്തവരായിരിക്കില്ല ഈ 10 മാസം കഴിഞ്ഞ് പോകുന്നവര്. ഓക്കെ, ഈ ഡയലോഗ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സാറ് പറഞ്ഞായിരുന്നു ഇന്നലെ. കാരണം വെറുതെ പറയുന്നില്ല കേട്ടോ, ഒരുപാട് ബാച്ചസ് പാസ് ഔട്ട് ആയി പോകുന്നുണ്ട്. അവര് ജോയിൻ ചെയ്തവരായിട്ടല്ല, ആ സമയത്ത് അവര് ഒരു ഭയങ്കരമായിട്ട് മാറിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. കാരണം ആ ചേഞ്ചസ് നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിലും പ്രശ്നങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, കോഴ്സ് പഠിക്കാൻ ഒട്ടും സമ്മതിക്കാതെ വന്നവരുണ്ട്. അവരെല്ലാവരും ജോലിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു ജോലി വേണം എന്ന ആഗ്രഹത്തോടു കൂടി മാത്രമല്ല, അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെ, ഒന്ന് മൈൻഡ് സെറ്റ് ആവാനും കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്ന് റിലാക്സ് ചെയ്ത് ഈ ഒരു മണിക്കൂർ നമ്മളെല്ലാം മറന്നാണ് ക്ലാസ് അനുസരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷവും അത് നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന്റെയും പ്രശ്നങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ മോണ്ടിസോറി കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ മാറുന്നുണ്ട്. ഒരുപാട് വ്യക്തികളാണെങ്കിൽ പോലും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അവരുടെ ലൈഫിലാണെങ്കിലും അവരുടെ കരിയറിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് സബ്ജക്ട് വൈസ് മാത്രമായിരിക്കില്ല സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങള് എനിക്ക് പറയാനുള്ള നിങ്ങളും എല്ലാവരും നന്നായിട്ടൊരു ഫ്രണ്ട്ലി ഒരു ബോണ്ടിങ് എപ്പോഴും വേണം കേട്ടോ. നിങ്ങൾ പരസ്പരാണെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടാണെങ്കിലും ഒരു ഫ്രണ്ട്ലി ബോണ്ടിങ് ആണ് നമുക്കൊരു ആവശ്യം. ഓക്കെ, റെസ്പെക്ട് ആണ്. റെസ്പെക്ട് എല്ലാവരോടും റെസ്പെക്ട് വേണം. ഇല്ലെന്ന് ഞാൻ പറയുന്നത്, അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരോടാണെങ്കിലും നമ്മൾ ഒരു വ്യക്തിയോടാണെങ്കിൽ പോലും റെസ്പെക്ട് വേണം, അത് വേറെ കാര്യം. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഫ്രണ്ട്ലി അല്ലെ, ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരോട് അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ്. എന്ത് പ്രോബ്ലംസ് നിങ്ങളിൽ തന്നെ ഉണ്ടെങ്കിലും അത് അവിടെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കുക. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിച്ച് തീർക്കാൻ നോക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മില് ഇപ്പോ പ്രയർ ആണെങ്കിലും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എല്ലാവരും എൻജോയ് ചെയ്ത് ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പോകെ നമുക്കെല്ലാം പറയാം. ഇതെല്ലാം ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരുപാട് കോഴ്സ് എടുക്കുന്നുണ്ട്, മോണ്ടിസോറി ആണെങ്കിലും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ ബാച്ചസിലും നമുക്ക് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇവിടെ ഒന്ന് പറയുന്നത്. അപ്പൊ അതിനങ്ങനെ ആ രീതിയിൽ തന്നെ കാണാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഓരോരുത്തരും ഇഷ്ടമാണ്. മാം ഒരു സംശയം ചോദിച്ചോട്ടെ മാം, ടെക്സ്റ്റ് നിർബന്ധമാണോ മാം? ടെക്സ്റ്റ് വേണം കേട്ടോ.
വേണം. കാരണം നമ്മൾ ടെക്സ്റ്റ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ടെക്സ്റ്റിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ടെക്സ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ നോട്ട് നിങ്ങൾക്ക് തരും, നിങ്ങൾ അത് എഴുതിയെടുക്കുക. ചിലതൊക്കെ ഞാൻ എന്റെ നോട്ട്സ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ടെക്സ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും നോട്ടിൽ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടെക്സ്റ്റ് വാങ്ങി വെക്കാം. ഇന്നലെ നാളെ എന്തെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും ഉപകാരപ്പെടും. ടെക്സ്റ്റ് എപ്പോഴാണ് മാം വാങ്ങേണ്ടത്? ടെക്സ്റ്റ് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസില്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപേക്ഷിക്കാൻ കിട്ടിയിട്ടില്ല ഇതുവരെ. എമൗണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. കിട്ടും. അപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി. അതുവരെ നമുക്ക് എന്തായാലും ക്ലാസ്സിൽ സ്ക്രീൻ ഷെയർ ചെയ്യും, അത് നോക്കി നിങ്ങൾ ഇരിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 1 ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. അത് എനിക്ക് എടുക്കേണ്ട പോർഷൻസ് ഒന്നുമില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സും സെന്റൻസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിക്കുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ടെക്സ്റ്റ് ഇല്ല അല്ലെ? ടെക്സ്റ്റ് കിട്ടുമ്പോഴാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയൊക്കെയാണ് സംസാരിക്കാനുള്ളത്. എല്ലാം കംഫർട്ടബിൾ ആണെന്നും ക്ലാസ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇതുവരെ എടുത്തിട്ടില്ല. ഇതുവരെയും നമ്മൾ സംസാരിച്ചത് നിങ്ങൾ ഓക്കെ ആണ് വിശ്വസിക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. സൈൻ ഔട്ട് എടുക്കാം. സൈൻ ഔട്ട് ഉണ്ട്. മാം, താങ്ക് യു. സൈൻ ഔട്ട് ചെയ്യുന്ന രീതിയിൽ നൂറിഷയെ ക്ഷണിക്കുന്നു. സോറി മാം, സമയായിരുന്നു. സൈൻ ഔട്ട് ചെയ്യുന്നതിനായിട്ട് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാണെന്ന് പറയോ മാം? ഗ്രൂപ്പിന്റെ പേര് പറയാന്ന് ഹലോ, ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ് മനോഹരമായി കണ്ടക്ട് ചെയ്ത അശ്വതി മാം, അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത സനില, പ്രയർ പ്രസന്റ് ചെയ്ത ബിൻഷ, തോട്ട് ഓഫ് ദ ഡേ പ്രസന്റ് ചെയ്ത നൂറിഷ, പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മിസ്സിന്റെ ക്ലാസ് ഇന്ന് നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടി സഹായിച്ചു. താങ്ക് യു സോ മച്ച് മാം. Okay, so thank you all. See you on next class. Okay, bye. Bye. See you. Thank you. Thank you, ma'am.